ഒയാസിസ് കമ്പനിക്ക് വെള്ളം നൽകാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച പാലക്കാട് പുതുശ്ശേരി പഞ്ചായത്തിൽ ഉപരോധ സമരം. കമ്പനിയുടെ നിർമ്മാണത്തിന് ആവശ്യമായ വെള്ളം കോരയാർപ്പുഴയിൽ നിന്നെടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി അനുവാദം നൽകിയിരുന്നു. ഇതിനെതിരെയാണ് കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധം. ഗോകുൽ വി എസ് തന്നെയാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. ഗോകുൽ, എലപ്പുള്ളിയിൽ ഇത് നടക്കില്ല എന്ന തീരുമാനം ഉണ്ടായതിന്റെ പേരിലാണ്, ഏറെക്കുറെ ധാരണയായതിന്റെ പേരിലാണ് പുതുശ്ശേരിയിലേക്ക് ഇങ്ങനെയൊരു തീരുമാനം, അത് CPM ഭരിക്കുന്ന പഞ്ചായത്ത് ആയതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എത്തിയിരിക്കുന്നത്. പക്ഷെ അവിടെയും കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്. തീർച്ചയായും ഇവിടെ കോൺഗ്രസ് അംഗങ്ങളുടെ ശക്തമായൊരു പ്രതിഷേധമാണ് നടക്കുന്നത്. കോരയാർപ്പുഴ പ്രധാനമായും വരുന്നത് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലാണ്. ഈ പ്രദേശത്ത് നിന്ന് വ്യാവസായിക ആവശ്യത്തിന് ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളം വിട്ടുകൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇടതുപക്ഷം പറയുന്നത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ഒയാസിസിന് അനുമതി നൽകിയത്, നിർമ്മാണത്തിന് അനുമതി നൽകിയത് എന്നുള്ളതാണ് പുതുശ്ശേരി പഞ്ചായത്തിന്റെ ഭരണസമിതിയിലെ LDF അംഗങ്ങൾ പറയുന്നത്. പക്ഷേ ഇതിലൊരു പ്രധാന പ്രശ്നം, ഇത് അജണ്ടയിൽ വയ്ക്കാതെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങിയതെന്നാണ്. കഴിഞ്ഞ ദിവസം വളരെ പെട്ടെന്ന് ആണ് ഇത്തരത്തിലൊരു അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വരുന്നത്. എന്താണ് നിങ്ങൾ ഈ ഭരണസമിതിയിലെ അംഗങ്ങൾ തന്നെ, നിങ്ങളുടെ മെമ്പർമാർ, കോൺഗ്രസ് മെമ്പർമാർ എപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം അറിഞ്ഞത്? അവസാനത്തെ 15ാമത്തെ അജണ്ട കത്തുകൾ തപാൽ എന്നുള്ള വിഷയത്തിലാണ് വന്നത്. അതല്ലാതെ ഞങ്ങൾക്കത് ബാക്കിയുള്ള അജണ്ടയെല്ലാം നോട്ടീസിൽ ഉൾപ്പെടുത്തി ഇന്ന വിഷയമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ കത്തുകൾ തപാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഉത്തരവുകളും പാവപ്പെട്ടവരുടെ പരാതികളും മാത്രമായിരിക്കും അതിൽ സാധാരണ വരുന്നത്. അതിലാണ് ഈ കമ്പനിന്റെ അപേക്ഷ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലാണ് അതിലേക്ക് ഒളിച്ചു കടത്തൽ എന്ന് ആരോപിക്കുന്നത്. അതാണ് കത്തുകളും തപാലും പറഞ്ഞ സർക്കാർ ഉത്തരവുകളും ജനങ്ങളുടെ പരാതിയാണ് വരേണ്ടത്. അതിൽ കമ്പനിന്റെ അപേക്ഷ എങ്ങനെ വന്ന് അത് മറച്ചു വെച്ചത് സെക്രട്ടറിയും പ്രസിഡന്റും കൂടിയിട്ടാണ് അംഗങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്. നിങ്ങളിത് നിയമപരമായിട്ട് കൂടി നേരിടാൻ തീരുമാനിച്ചു. ഇന്നലെ തന്നെ ഡയറക്ടർ തിരുവനന്തപുരം, ഡയറക്ടർ ജില്ല എല്ലാം സെക്രട്ടറിക്കെതിരെ തന്നെ നിയമപരമായി പരാതി കൊടുത്തു കഴിഞ്ഞു. ഈ പ്രതിഷേധം ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ആരെയും ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല. നിങ്ങൾ ആരെയും കടത്തിവിടാതെയുള്ള ഒരു ഉപരോധം തന്നെയാണ്. തീർച്ചയായിട്ടും ആരെയും കടത്തിവിട്ടിട്ട് എത്ര നേരം വരെയും. ഞങ്ങൾ 8 മണിക്ക് തുടങ്ങിയ ഉപരോധമാണ് 11 മണിയായി. ഒരാളെയും കടത്തിവിട്ടിട്ടില്ല. ആരെയും തന്നെ ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക്, കെട്ടിടത്തിലേക്ക് കടത്തിവിടാതെയുള്ള ഒരു പ്രതിഷേധമാണ്, ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇവർ ആരോപിക്കുന്ന ഒരു കാര്യം, മറച്ചു വെച്ചുകൊണ്ട് അജണ്ടയിൽ ഉൾപ്പെടുത്താതെ ഇത്തരത്തിൽ ഒയാസിസ് കമ്പനിയുടെ നിർമ്മാണത്തിനായി കോരയാർപ്പുഴയിൽ നിന്ന് വെള്ളമെടുക്കാൻ അനുമതി നൽകി എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇതൊരു NOC ആണെന്നാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. ഇനി മൈനർ ഇറിഗേഷൻ എന്ന് പറയുന്ന മൈനർ ഇറിഗേഷൻ വകുപ്പാണ് അത് സംബന്ധിച്ച അവസാന അനുമതി നൽകേണ്ടത്. പക്ഷേ ഇതിലൊന്നും തന്നെ എത്ര കണ്ട് വെള്ളമെടുക്കാം തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഈ NOCയിൽ പ്രതിപാദിക്കുന്നുമില്ല. ഗോകുൽ വേസ് ആണ് വിവരങ്ങൾ നൽകിയത്. ബ്രൂവറി അനുമതിയുമായി ബന്ധപ്പെട്ട് എലപ്പുള്ളി പഞ്ചായത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ, വലിയ പ്രതിഷേധവും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അട്ടിമറികളുണ്ട്, നിയമപ്രശ്നമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. എലപ്പുള്ളി പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുകയും പ്രമേയം പാസ്സാക്കുകയും തുടങ്ങിയ രാഷ്ട്രീയ പ്രതിരോധങ്ങളൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിനിടയിലാണ് പുതുശ്ശേരി പഞ്ചായത്തിൽ കോരപ്പുഴയിൽ നിന്ന് ഈ വെള്ളം സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമുണ്ടാകുന്നത്. പുതുശ്ശേരി ഭരിക്കുന്നത് CPM ആണ്. പക്ഷെ അവിടെയും പ്രതിപക്ഷം എന്ന നിലയ്ക്കാണെങ്കിലും കോൺഗ്രസ് വലിയ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.